ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിയ ബ്രദേഴ്സ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഗണ്ട ഫോർട്ടിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഡേ 1 വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഗോൾഗണ്ട ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ തിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗോൾഗണ്ട ഫോർട്ടിൻ്റെ മുമ്പിലെത്തി. നമ്മൾ വൈകുന്നേരം സമയമാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മളിതാ ഗോൾഗണ്ട ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആദ്യം നല്ല അടിപൊളി ഗാർഡനാണ് കേട്ടോ കാണുന്നത്. ഇത് ഫോർട്ട് ആയതുകൊണ്ട് തന്നെ പുറത്ത് ഫുള്ള് വലിയ മതിലുകളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയാൽ കാണാം. പിന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലാണ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ടത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ മുമ്പുള്ളതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഈ ആൾക്കൂട്ടം പറയുന്നത് നമുക്ക് അവിടെ സ്കാൻ ചെയ്തിട്ട് മറ്റേ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക, അല്ലാതെ അവിടെ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ സൈഡിൽ കുറേ സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം തന്നെ വലിയ കവാടാണ് കേട്ടോ. വലിയ കവാടാണ്, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കവാടം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ബെല്ല് പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നടുവിൽ നിന്നിട്ട് ക്ലാപ്പ് ചെയ്താൽ നമുക്ക് എക്കോ കേൾക്കാം. അത് ക്ലാപ്പ് മാത്രം ചെയ്താൽ കേട്ടോ. കറക്റ്റ് നടുവിൽ നിന്ന് ക്ലാപ്പ് ചെയ്താൽ എക്കോ കേൾക്കും. അപ്പോൾ അവിടെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ തന്നെ വേറെ സൈഡിൽ നിന്നാലൊന്നും ഒന്നാവില്ല, വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ നടുവിൽ നിന്നാൽ എക്കോ വരും. സൈഡിൽ നിന്ന് ടെസ്റ്റ് നോക്കി നമ്മൾ, പക്ഷേ അവിടെ നിന്ന് എക്കോ ഇല്ല. പക്ഷെ നടുവിൽ നിൽക്കുമ്പോൾ നല്ല എക്കോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ പ്രത്യേകത ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇവിടെ മേലേക്ക് കയറണം. അപ്പോൾ താഴെ ഒരു ഭാഗമാണുള്ളത്. അപ്പം നമ്മൾ മേലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിയാണ് തോന്നുന്നു. അപ്പോൾ അത് പണി കഴിഞ്ഞില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, കൊണ്ട് പണി നടക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ്, ഇവിടെയുള്ള പ്രത്യേകത, അങ്ങനെ കുറേ ഐറ്റംസ് എഴുതിക്കണേ. അതുപോലെ ഫുള്ള് കരിങ്കല്ലിനോണ്ടുള്ള ഓരോ ഐറ്റംസാണ്. അതൊക്കെ എങ്ങനെ നിർത്തുന്നതാണ് ഇതായിട്ട്. പിന്നെ അവിടെ എന്തോ ആൾക്കൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് നോക്കാം. കുറേ ആളുണ്ട് കേട്ടോ അവിടെ, ഒരു മരത്തിൻ്റെ അടിയിലായിട്ട്. അവിടെ എന്തോ പ്രത്യേകത ആണോ നോക്കട്ടെ. ഫ്രണ്ട്സ്, അതവിടെ ഒരു കല്ല് പോലത്തത് കണ്ടു. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ഷോളൊക്കെ ഇട്ടിട്ട് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് പൊന്തിക്കണം, നല്ല വെയിറ്റ് ഉള്ളതാണ്.
അയാൾ കെട്ടിയിട്ടൊന്ന് വലിച്ചത് പൊന്തില്ല, അപ്പം അത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ അത്. गजब बेइज्जती लगे माफिया और जाना चाहिए ना इंस्टाग्राम पे रील आएगी है समझ लो बाबू. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ അവിടുത്തത് കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ നേരെ പോവാണ്. അപ്പോൾ നേരെ പോകുമ്പോൾ ഇവിടെ കണ്ടോ കല്ലിനോണ്ട് രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട്, ഇടയിൽ ഒരു ഗുഹ പോലൊക്കെ ഒരു ഇത് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് പണ്ടത്തെ പോലെ ഹാളാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങോ അല്ലെങ്കിൽ പരിപാടിയൊക്കെ നടത്താൻ പറ്റി. അപ്പോൾ നീണ്ടിട്ടുള്ള കേട്ടോ, ഈ അറ്റം മുതൽ ഒരു അറ്റം വരെ ഉണ്ട് നീളത്തിലുള്ള കണ്ടോ, ഇടയിൽ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ആൾക്കാർ ഓരോരുത്തർ വരുന്ന ഗ്യാപ്പുകളാണ്. അപ്പോൾ നേരെ നോക്കിയാൽ കുറേ ഉള്ളത് കാണാം. ഓപ്പൺ ആണ് കേട്ടോ, ഫുള്ളി കവേർഡ് അല്ല, കുറച്ച് ഭാഗങ്ങളാണ് മേലെ കവർ ചെയ്തത്, ബാക്കിയൊക്കെ ഓപ്പൺ ആണ്. അടിപൊളി സ്റ്റൈലായിട്ടോ വർക്കൊക്കെ നടത്തിയത് കണ്ടോ, കല്ലിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളവിടെ സൈഡിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ആ പണി നടക്കുന്നുണ്ട് പറഞ്ഞില്ല, വർക്ക് നടക്കുന്നുണ്ട് പറഞ്ഞ ആ ബിൽഡിങ്ങാണ്. പിന്നെ അതിൻ്റെ ചുറ്റും ഫുള്ള് കല്ലിനുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗുഹ പോലത്തെ ഇതിനുള്ളിൽ നേരെ സ്ട്രെയിറ്റ് വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഒക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത് ഈ ഗുഹൻ്റെ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് നേരെ വേറെ ഭാഗത്തേക്ക് പോവുകയാണ്. പിന്നെ അപ്പുറത്തെ കാലം അടിപൊളി ഗാർഡനാണ് കേട്ടോ ഉള്ളത്. നടന്നിട്ട് തീരില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ട് ഈ ഒരു ഗുഹ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി പോലും കണ്ട് തീർന്നില്ല കേട്ടോ, ഈ ഫോർട്ടിൻ്റെ പകുതി പോലും തീർന്നില്ല. നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗം എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് മേലേക്ക് കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത് വലിയ കുന്നു പോലാണ്, മേലേക്കാണ് ഉള്ളത്. ഇതൊക്കെ ആ ഒരു ഹാള് പോലെ ആയിരിക്കാം പണ്ട് ചെയ്തുണ്ടാവും കേട്ടോ, രാജാക്കന്മാരുടെ കാലത്തൊക്കെ. പിന്നെ ഇവിടെ ഇതാ ഓപ്പൺ ആയിട്ടാണുള്ളത്. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിക്കള് കണ്ടോ, ചില ഭാഗങ്ങളൊക്കെ പൊട്ടിക്കള്. ഇത്ര വർഷം മുമ്പുള്ള കല്ലല്ലേ, ഇത്ര വർഷം മുമ്പ് പണി കഴിഞ്ഞ ഫോർട്ടാണിത്. പിന്നെ നമ്മൾ ഇതിലും മേലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ അതുണ്ടോ അതിൻ്റെ കല്ലിൻ്റെ സ്റ്റെപ്പാണ്.
അത് കണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് താഴേക്ക് കാണട്ടും. ഇത് ഓവർ ഹൈറ്റിലല്ല, അതൊരു മീഡിയം ഇതിൽ. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇനി കയറി പോവാനുള്ളതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തണം. കുറേ നടക്കാണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പൊട്ടി പൊളിഞ്ഞ ഓരോ ഭാഗമാണ് കേട്ടോ. അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാണാനൊക്കെ. പല സ്ഥലത്തുനിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അതായത് ഇത് അത്യാവശ്യം ഹൈറ്റിലാണല്ലോ, അപ്പോൾ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തും CCTV ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും CCTV ഉണ്ട്. ഇതാ ഈ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് മുകളിൽ എത്തണം. മുകളിലൊക്കെ എത്തുമ്പോഴത്തേ ഏകദേശം കുഴങ്ങും കിട്ടും. പിന്നെ താഴേക്ക് വീണ്ടും ഇറങ്ങണ്ടേ. അപ്പോൾ ഇതാ ഈ ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ മുകളിൽ പോയി വരികയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് മുകളിലെത്തണം. Go to Botanical Garden. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ വലിയ കുഴി പോലെ ഉണ്ടായ, ഇത് കിണർ പോലെ എന്താണ് കേട്ടോ, ചെറിയൊരു കുഴി പോലാണ്. പിന്നെ വലിയ വലിയ സ്റ്റെപ്പാണ് കേട്ടോ. കാല് നീട്ടി വെച്ചാൽ കയറാൻ കഴിയും. ചെറിയ സ്റ്റെപ്പല്ല, അതാണിപ്പോൾ ഒരു പ്രശ്നം. ക്ലൈമറ്റ് വലിയ ചേഞ്ചായി വരുന്നുണ്ട്. മഴ പെയ്യോ ഇല്ല അറിയില്ല. നമുക്ക് വേഗം മുകളിലെത്തണം കേട്ടോ. രാത്രി ആവാനും ആയിക്കണം. 6:30 കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങണം. ഇപ്പം തന്നെ സമയം 5:45 ആയിട്ടോ. നമ്മൾ 6:30 ആകുമ്പോഴത്തേന് ടോപ്പിലെത്തണം. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ള് ഇരുട്ടാവും എന്തായാലും. ഇത് കണ്ടോ, മുകളിലെത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. കണ്ടോ, ഫുൾ കുറേ വീടുകൾ കാണാം നേരെ നോക്കിയാൽ. പിന്നെ നമുക്ക് ഇതിലും മേലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ആ നേരെ നോക്കിയാൽ കാണാം നമ്മൾ വന്ന വഴികളാണ് നിങ്ങൾക്ക്. നമ്മൾ കയറിയ വഴിയാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലൊരു ഡോറ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ മേലേക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിലേയും കയറാറ്.
അപ്പോൾ യാമിയൊക്കെ ഓൾറെഡി ഓടി കയറിക്കണം കേട്ടോ. യാമി കുറച്ചായി നേരമായി തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കണ്. അപ്പം നമ്മൾ ഏകദേശം ടോപ്പ് എത്താനായി. അപ്പം ഇനി കുറച്ചും കൂടെ ഉള്ളൂ ടോപ്പ് എത്താൻ. അപ്പം നമ്മൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ബാക്ക്ഗ്രൗണ്ടല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഉള്ളത് ഫുള്ളും. പിന്നെ ഫ്രണ്ട്സ് അവിടേക്ക് പോയാൽ പിന്നെ താഴേക്കല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പം അത് കാണാൻ അങ്ങോട്ട് പോയതാണ്. അപ്പം നമ്മൾ തിരിച്ചിതാ അതിലിറങ്ങി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം എന്നൊക്കെ ഒലിക്കുന്നുണ്ട്. എന്താ അറിയില്ല, പാറൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒലിക്കും കേട്ടോ. അപ്പം നേരെ കാണുന്ന പാറ കണ്ടോ, കണ്ടിട്ട് ഒരു തവളൻ്റെ ഒരു ഷേപ്പില്ലേ, തവളൻ്റെ വായ പോലെ, പിന്നെ കണ്ണ് പോലെ ഉണ്ടോ ആ കല്ല്, കറക്റ്റ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോലെ കല്ലൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ പോലെ ആ ഫോർട്ടിൻ്റെ മതിൽ പോലെ പണിഞ്ഞതാണ്. ആ കല്ലൊക്കെ കൊത്തി ഇതാക്കിയതാണ്, റെഡിയാക്കിയതാണ് കേട്ടോ. ഈ കണ്ടപ്പോൾ തോന്നി ഒരു തവളൻ്റെ പോലെ ഉണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ മേലെ നിന്നുള്ള വ്യൂ. നമ്മൾ കുറച്ചും കൂടി മേലേക്ക് എത്തിയപ്പോഴാണ് കണ്ടോ, ഫുള്ള് വീടുകളാണ് കേട്ടോ. വീട് ഫ്ലാറ്റുകളാണ്, പല കളറിലുള്ള വീടുകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താവളൻ്റെ ഷേപ്പുള്ള കല്ല്. പിന്നെ ഇത് ജയിലാണ് കേട്ടോ, പണ്ടത്തെ ജയിലാണ്. ഇവിടെയുള്ള ശത്രുക്കളൊക്കെ ഇടാറുള്ള ജയിലാണെന്ന് തോന്നുന്നു. വലിയ ജയിലാണ് കേട്ടോ. അതിന് മുകളിലേക്ക് എന്തോ ഉണ്ട്, അപ്പോൾ നമ്മളങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ജയിലാണ്. കുറേ ആൾക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സമയം താമസിക്കാൻ പറ്റുന്ന ജയിലാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആവാനായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായി ഇടണേ. അപ്പം നമ്മൾക്ക് ഇനിയും ഉണ്ട് കേട്ടോ കയറാനത്. കുറേ നേരമായിട്ടോ നമ്മളിങ്ങനെ കയറുന്ന, കാലൊക്കെ നല്ല വേദന ഉണ്ട്. ഇപ്പോൾ മുകളിൽ 2 മിനാരം പോലെയൊക്കെ കാണുന്നുണ്ട്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇങ്ങനെ കാണുന്ന വിഷ്വൽസൊക്കെ നല്ല അടിപൊളി വിഷ്വൽസ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പിലേക്ക് എത്താനായി. അപ്പോൾ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, സൈഡിൽ അമ്പലം ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ നേരെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ടോപ്പ് നമ്മൾ എത്താനായി ഗൈസ്.
അങ്ങനെ കുറേ നേരമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു സ്ഥലത്തെത്താനായി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് പോലെ കേട്ടോ, കുറേ മരങ്ങളുണ്ട്, വലിയ ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ 2-3 സ്റ്റെപ്പും കൂടി കയറിയാൽ നമ്മൾ ഫൈനൽ സ്ഥലത്തെത്തും, ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ അതാ ഈ സ്റ്റെപ്പും കൂടി കയറിയാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ അവിടെ ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കണം കേട്ടോ. ഇത് ദർബാർ ഹാൾ പോലാണ്, ഇത് ദർബാർ ഹാളാണ് കേട്ടോ. ഗ്രൗണ്ടൊക്കെ മീറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്തായിരിക്കാം പണ്ട്. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. അപ്പം ഈ ബിൽഡിങ് പോലെ ഉള്ള ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, ആ മൂലയിലാണ് കേട്ടോ ചെറിയൊരു സ്റ്റെപ്പ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ സ്റ്റെപ്പ് കയറാണ്, ഒരു ഇടുങ്ങിയ സ്റ്റെപ്പാണ് കേട്ടോ. ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടോ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളുള്ളത്. ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. അടിപൊളി വ്യൂ. അവിടെയുള്ള ഗ്രൗണ്ട് വരെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തി, കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ ടോപ്പ് നല്ല അടിപൊളി വ്യൂ ആണ് താഴേക്ക്. അപ്പോൾ ഇത്രയും ദൂരം കയറി വന്നതിന് കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് താഴേക്കുള്ളത്. അതുകൊണ്ട് ദൂരെ കുറേ ഫ്ലാറ്റും വീടും കാണാം. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഫുള്ള് മരങ്ങൾ നിറഞ്ഞ കാട് പോലെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞവരെന്തായാലും വന്ന് കാണണം. അപ്പോൾ 25 രൂപ ഉള്ളൂ കേട്ടോ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ അതിന് മുതലായി കാണത്തത്. പിന്നെ ഏറ്റവും മുകളിൽ ടോപ്പ് വരെ കയറി വന്നൊരു കാര്യമുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ കയറി വന്ന ഗോൾക്കൊണ്ട ഫോർട്ട്. അപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഫുൾ ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ട് ഫുള്ളും കണ്ടു കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മേലെ എത്തി. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഫുള്ളും കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ റൂമിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ താഴെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹൈദരാബാദിലത്തെ Day 3 വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.